2 നേന്ത്രപ്പഴം, നല്ല പഴുത്ത നല്ല 2 നേന്ത്രപ്പഴം എടുക്കുക. അത് നന്നായിട്ട് മിക്സിയിട്ട് അരയ്ക്കുക. അതിന് 1.5 തേങ്ങയുടെ പാലെടുക്കുക. എന്നിട്ട് ഈ അരച്ച നേന്ത്രപ്പഴം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ നേന്ത്രപ്പഴം അരച്ച അത് അതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. അത് വെന്തും ഒരു ലേശം തിക്കായി വരുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫ്ലവർ ഒരു സ്പൂൺ എടുത്ത് പച്ചവെള്ളത്തിൽ ഒഴിച്ച് കലക്കിങ്ങാട്ട് അതിനകത്ത് ഒഴിക്കുക. അതേപോലെ തേങ്ങാപ്പാൽ ആദ്യത്തെ 2ാം പാൽ ഒഴിക്കുക. അത് കഴിഞ്ഞാൽ തിളയ്ക്കുമ്പോൾ ശർക്കരപ്പാനി ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കൂടി ഒന്ന് ഈ തിക്കായി വരുമ്പോൾ നമ്മൾ 1ാം പാലും കൂടി ഒഴിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബൂസ്റ്റ് 2 പാക്കറ്റ് ബൂസ്റ്റ് ഇടുക. 2 പഴത്തിന് 2 പാക്കറ്റ് ബൂസ്റ്റാണ് കണക്ക്. അതേപോലെ 2 പഴത്തിന് 3 ശർക്കരയാണ്, 3 ശർക്കരയാണ് വേണ്ടത്. അതേ കൂടി എടുത്താൽ മധുരവും കൂടുതലാവും. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം ഉപ്പിടാം. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ വറുത്തിടുക. അതേപോലെ തന്നെ അതിന് മുമ്പ് തന്നെ നമ്മൾ ജീരകം, പിന്നെ ഏലക്ക, ചുക്ക് കൂടിയിട്ട് നമ്മൾ ഇത്തിരി ഷുഗർ ഇട്ട് അടിച്ചിട്ട് അതിടാം. ഒക്കെ ഇട്ട് ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങി വയ്ക്കുക. നല്ല അടിപൊളി പായസം, നല്ല സ്വാദിഷ്ടമായ പായസം റെഡി.